കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ജീവിതാനുഭവങ്ങൾ പങ്കിടുവാൻ കർത്താവ് തരുന്ന കൃപകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് എൻ്റെ സുവിശേഷ യാത്രയിൽ തമിഴ്നാട്ടിലെ നാഗർകോവിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ ഈ സന്ദേശം തയ്യാറാക്കുന്നത്. അനേക വ്യക്തികളോട് യേശുക്രിസ്തുവിലുള്ള നിത്യജീവനെക്കുറിച്ച് സംസാരിപ്പാൻ കർത്താവ് കൃപ തന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ ഞാൻ നിങ്ങളുമായി ഒരു വീഡിയോ പങ്കിട്ടിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ പെന്തക്കോസ്ത് ദൈവസഭ എന്നറിയപ്പെടുന്ന തിരുവനന്തപുരം ജില്ലയിലെ യഹോവ നിസി ചർച്ചിൽ കർത്താവ് എനിക്കൊരുക്കിയ വചന ശുശ്രൂഷ വേദിയെക്കുറിച്ച് ഇന്നലെ പറയുവാൻ കർത്താവ് കൃപ തന്നു. അത് പരിശുദ്ധാമ്മ എനിക്കൊരുക്കിയ ഒരു വചന ശുശ്രൂഷ വേദിയായിരുന്നു. അവിടെ അന്നുണ്ടായിരുന്ന ആ ശുശ്രൂഷകനെയോ വിശ്വാസികളെ ആരെയും എനിക്ക് പരിചയമുണ്ടായിരുന്നില്ല. എന്നാൽ സഭയുടെ കാര്യസ്ഥനായിരിക്കുന്ന പരിശുദ്ധാമാവ് എനിക്ക് അവിടെ വേദി ഒരുക്കുകയായിരുന്നു. ഇപ്രകാരം ദൈവം ഒരുക്കുന്ന വചന ശുശ്രൂഷ വേദികൾ അത് വളരെ എനിക്ക് താല്പര്യമാണ്. ഇന്ന് മറ്റൊരു അനുഭവം നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. 4 വർഷം മുമ്പ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു അനുഭവമാണിത്. അന്നൊരു ആരാധന ദിവസമാണ്. രാവിലെ ഞാനും എൻ്റെ കുടുംബവും ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് കർത്താവ് ഒരു ചിന്ത തരികയാണ്. ഇന്ന് നീ കുടുംബമായി ദൈവത്തെ ആരാധിക്കേണ്ട, മറ്റൊരു സ്ഥലത്തേക്ക് നീ പോകണമെന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ കർത്താവ് ഇങ്ങനെ തന്നു. എൻ്റെ വൈഫിനെയും കുഞ്ഞുങ്ങളെയും കാറെ കയറ്റി എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ വന്ന പ്രേരണയെക്കുറിച്ച് ഞാൻ ആരോടും പറഞ്ഞില്ല. അങ്ങനെ കുന്നന്താനത്ത് നിന്നും ഞാൻ അംഗമായിരിക്കുന്ന മല്ലപ്പള്ളിയിലെ ദൈവസഭയിലേക്ക് ഞങ്ങൾ കുടുംബമായിട്ട് യാത്ര പുറപ്പെട്ടു. യാത്രയ്ക്കിടയ്ക്ക് എൻ്റെ വൈഫിനോട് ചോദിച്ചു, ഇന്ന് എങ്ങോട്ടാ? ഞാൻ പറഞ്ഞു, എവിടെയോ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, ഒരു ചെറിയ ചിന്ത ദൈവം തന്നിട്ടുണ്ട്. അങ്ങനെ യാത്ര ചെയ്തു മല്ലപ്പള്ളിയിൽ ഞാൻ അംഗമായിരിക്കുന്ന സഭയുടെ ഹാളിന് മുമ്പിലെത്തി. എൻ്റെ വൈഫിനെയും കുഞ്ഞുങ്ങളെയും ഞാൻ അവിടെ ഇറക്കി. അപ്പോഴും എൻ്റെ വൈഫ് ചോദിച്ചു, ഇന്ന് എങ്ങോട്ടാ? ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു ചിന്ത ദൈവം തന്നിട്ടുണ്ട്, എങ്ങോട്ടാന്ന് അറിയത്തില്ല. ഞാൻ പതുക്കെ വണ്ടി മുമ്പോട്ട് എടുത്തു. കാരണം എവിടെയോ ഇന്ന് ദൈവം എന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊരു ചിന്ത, ഒരു ശക്തമായ ഒരു ആത്മപ്രേരണ എൻ്റെ മനസ്സിൽ വന്നിരുന്നു. ഞാൻ മല്ലപ്പള്ളിയിൽ നിന്നും വാഹനം ഓടിച്ച് കറുകച്ചാൽ ജംഗ്ഷൻ വരെ എത്തി. അപ്പോൾ ഒരു വ്യക്തി ബൈബിളോട്ട് അതിവേഗം നടന്നു പോകുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുക. അവിടെ ഒരു ഗുരുമന്ദിരമുണ്ട്. ആ ഗുരുമന്ദിരത്തിൻ്റെ ഇടത് സൈഡിൽ ഒരു ചെറിയ കയറ്റം പോലെ, ആ കയറ്റത്തോട്ട് അദ്ദേഹം അതിവേഗം നടന്നു പോവുകയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പിന്നാലെ എൻ്റെ വാഹനം ആ കയറ്റത്തോട്ട് കയറ്റി നിർത്തി. ഞാൻ ചോദിച്ചു, എവിടെയാ, എങ്ങോട്ട് ആരാധനയ്ക്ക് ഇവിടെ പോവാ? അവരുടെ അടുത്തൊരു AG ചർച്ചുണ്ട്, അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. സമയം ഒത്തിരി പോയെന്ന് പറഞ്ഞു. ഞാൻ മുമ്പോട്ട് ഒരു 100-150 മീറ്റർ മുമ്പോട്ട് പോയപ്പോൾ തന്നെ കണ്ടു ഒരു AG ഹാള് താഴെയായിട്ടുണ്ട്. ഞാൻ വളരെ പ്രാർത്ഥനയോടെ ആ സഭാ ഹാളിലേക്ക് കയറി ചെന്നു. അപ്പോഴേക്കും പാസ്റ്റർ എഴുന്നേറ്റ് നിന്ന് ജനത്തെ സങ്കീർത്തനം വായനയിലേക്ക് നയിക്കുന്ന ഒരു സമയമായിരുന്നു. പെട്ടെന്ന് ഞാനും ആ സങ്കീർത്തനം എടുത്ത് കൂടെ വായിക്കുവാൻ ആരംഭിച്ചു. ആ ദേവദാസന് ആ വചനഭാവം വായിച്ചത് വളരെ ബുദ്ധിമുട്ടിയായിരുന്നു. കാരണം ഇടയ്ക്ക് നല്ലതായിട്ട് ചുമയ്ക്കുന്നുണ്ട്. അദ്ദേഹത്തിന് നല്ല പനിയും കഫക്കെട്ടും ഉള്ളതുപോലെ എനിക്ക് തോന്നി. സങ്കീർത്തന വായന കഴിഞ്ഞ് ജനമെല്ലാം ഇരിക്കാൻ പറഞ്ഞു. പെട്ടെന്ന് അദ്ദേഹം എന്നെ നോക്കിയിട്ട് പറയാ, ഇന്ന് നമ്മുടെ ഇടയിൽ ഒരു ദേവദാസൻ വന്നിട്ടുണ്ട്, ഞാൻ അദ്ദേഹത്തിന് തുടർന്ന് സമയം കൊടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് അങ്ങിരുന്നു. അദ്ദേഹം എൻ്റെ പേര് ചോദിച്ചില്ല, എവിടെ നിന്ന് വരുന്നു, ഏത് സഭാ സംഘടനക്കാരനാണ് എന്നൊന്നും അദ്ദേഹം ചോദിക്കുന്നില്ല. മുമ്പോട്ട് കയറി വന്ന് അദ്ദേഹം ഇപ്പോൾ വചനം ശുശ്രൂഷിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു. തുടർന്നുള്ള 1.5 മണിക്കൂർ ഞാൻ ദൈവവചനം ശുശ്രൂഷിച്ചു. ഞാൻ വചന ശുശ്രൂഷയ്ക്ക് ശേഷം ഞാനിരുന്നു. അപ്പോൾ ആ ദൈവദാസൻ വളരെ പ്രയാസപ്പെട്ട് എഴുന്നേറ്റിട്ട് ദൈവജനത്തോട് ഇങ്ങനെ വിളിച്ചു പറയാണ്, ദൈവജനമേ, എൻ്റെ അവസ്ഥ ഇന്നലെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞാണ്. എനിക്ക് വളരെ പനിയും കഫക്കെട്ടും ഉണ്ട്, സംസാരിക്കാനും വയ്യ. ഞാൻ ഈ സങ്കീർത്തന ഭാവം മൂലം എടുത്തത് വളരെ ബുദ്ധിമുട്ടിയാണ്, നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ ഇങ്ങനെ ദൈവത്തോട് രാവിലെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇന്ന് എന്നെ സഹായിക്കാൻ അങ്ങയുടെ ദാസന്മാരെ ഒരാളുടെ അന്ന് അയക്കണമെന്ന് ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു. ഈ ദൈവമനുഷ്യനാണ് ഇന്ന് ആ പ്രാർത്ഥന കേട്ട് എന്നെ സഹായിക്കാൻ ദൈവം അയച്ചത് എന്ന് പറഞ്ഞ് അദ്ദേഹവും സഭയും എന്നെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അങ്ങനെ ആശീർവാദവും കഴിഞ്ഞു. ചോറിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിർബന്ധിച്ചു. അങ്ങനെ ആഹാരം കഴിക്കാൻ വേണ്ടി കയറി. ആഹാരമൊക്കെ കഴിച്ച ശേഷം ഞാൻ പ്രാർത്ഥനയോടെ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ആ പാസ്റ്ററിന്റെ മൂത്ത മകള് എൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് എൻ്റെ നേരെ ഒരു കവർ നീട്ടി. എന്നിട്ട് പറയാം, പാസ്റ്ററെ, ഇത് നിങ്ങൾക്കുള്ളതാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. ഉടനെ ഈ സിസ്റ്റർ പറയാണ്, പാസ്റ്റർ, എൻ്റെ പപ്പയ്ക്ക് രാവിലെ മുതൽ വയ്യായിരുന്നു, വചനം പ്രസംഗിക്കാനൊന്നും വയ്യെന്ന് രാവിലെ തന്നെ പറഞ്ഞ് ഞാനും കേട്ടായിരുന്നു. എനിക്ക് വളരെ ദുഃഖം തോന്നി. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ പപ്പയെ സഹായിക്കാൻ ഇന്ന് ഒരാളെ ദൈവം അയക്കണമേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരാളെ ദൈവം അയക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കുവാൻ ഞാനൊരു കവറിനകത്ത് കുറച്ച് പൈസ മാറ്റി വെച്ചേക്കുക എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ തന്നെ ഈ പെൺകുട്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥന കേട്ട് ദൈവം പാസ്റ്ററിനെ അയച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടി എനിക്ക് നേരെ കവർ നീട്ടുക. പാസ്റ്റർ പറഞ്ഞു, വാങ്ങിക്കോ, കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പം ഞാനത് വാങ്ങി സന്തോഷത്തോടെ ഒന്ന് യാത്ര പുറപ്പെട്ടു.
ആ ദൈവദാസനെ സഹായിക്കുവാൻ ദൈവം എന്നെ അന്ന് രാവിലെ അയക്കുകയായിരുന്നു. ആ മോളുടെ പ്രാർത്ഥന കേട്ട് ദൈവം എന്നെ അവിടേക്ക് അയക്കുകയായിരുന്നു. ആ ദൈവദാസൻ അന്ന് രാവിലെ വചനം ശുശ്രൂഷിക്കുവാനോ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയുമായിരുന്നൊരു സാഹചര്യമായിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ദൈവത്തോട് അങ്ങനെ പ്രാർത്ഥിച്ചത്. ഇതറിയാവുന്ന മോളും പപ്പയെ അറിയാതെ കുറച്ച് പൈസ ഒരു കവറിനകത്ത് മാറ്റി വെച്ചിട്ട് ആ മോളും പ്രാർത്ഥിക്കും, കർത്താവെ അങ്ങയുടെ ദാസന്മാരിൽ ഒരാളെ അങ്ങ് ഇന്ന് അയച്ചാൽ ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുവാൻ ഈ കവർ തയ്യാറാക്കി വെച്ചിട്ട് പറഞ്ഞുകൊണ്ട് ഈ മോളും ദൈവത്തോട് പ്രാർത്ഥിക്കുക. അങ്ങനെ രണ്ടുപേരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് ഞാൻ കറുകച്ചാലുള്ള AG സഭയിലേക്ക് ഞാൻ ചെല്ലുകയാണ്. എൻ്റെ മാനുഷിക ബുദ്ധിയിലല്ല ഞാനവിടെ പോയത്. എനിക്ക് ആ സഭയെക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് എന്നെ അവിടേക്ക് നയിക്കുകയായിരുന്നു. യേശു കർത്താവ് ജനിച്ചപ്പോൾ നക്ഷത്രത്തെ ഉദിപ്പിച്ച് വിദ്വാന്മാരുടെ ശ്രദ്ധയെ ആകർഷിച്ചതുപോലെ എൻ്റെ ഉള്ളത്തിൽ തന്ന പ്രേരണയ്ക്കൊത്തോണം പരിശുദ്ധാത്മാവ് എന്നെ അവിടേക്ക് നയിക്കുകയായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമല്ലോ നിങ്ങളുടെ ഉള്ളിൽ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. ദൈവം നമ്മുടെ ഉള്ളിൽ ഇച്ഛകളും ആഗ്രഹങ്ങളും തന്ന് ദൈവത്തിന്റെ ഹൃദയത്തിനൊത്തോണം നമ്മളെ നടത്തുവാൻ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. കർത്താവിന്റെ ശബ്ദം നമ്മുടെ ഉള്ളത്തിൽ നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കാം. കർത്താവിന്റെ വചനം പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, അവ എന്നെ അറിയുന്നു, അനുഗമിക്കുന്നു. കാലം അതിൻ്റെ അന്ത്യ കാലഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ദൈവജനമേ, കർത്താവിന്റെ വരവിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. പരിശുദ്ധാത്മാവിനാൽ ശുശ്രൂഷിക്കുന്നവരായി നമുക്ക് മുമ്പോട്ട് പോകാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മെ മനുഷ്യൻ മാത്രമല്ല, ഏതെങ്കിലും സഭാ സംഘടനക്കാരുമല്ല അറിയേണ്ടത്, ദൈവവും നമ്മളെ അറിഞ്ഞിരിക്കട്ടെ.